നമസ്കാരം. ഇന്ന് കുചേല ദിനമാണ്. ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ഏതൊരു വ്യക്തിക്കും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഇരട്ടിയായി തന്നെ നേടുവാൻ സാധിക്കുന്നതായ ഒരു ദിവസം. എന്നാൽ ഇന്നേ ദിവസം കാണുന്നതായ ചില ശുഭ ലക്ഷണങ്ങളുണ്ട്. ഈ ശുഭ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രകടമായിട്ടുണ്ട് എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്താലും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചതിനാലുമാണ് എന്ന കാര്യം ഓർക്കുക. ആ വ്യക്തികൾക്ക് നാൾക്കുനാൾ ഉയർച്ച വന്നു ചേരുക തന്നെ ചെയ്യും. ചില പ്രത്യേകമായ കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാനായി പോകുന്നത്. ആ ലക്ഷണങ്ങൾ എന്താണ് എന്നും വന്നു ചേരുന്നതായ ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നും വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഭഗവാന്റെ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. സർവ്വദോഷങ്ങളും ദുരിതങ്ങളും ഒഴിയണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ആദ്യത്തെ ലക്ഷണമായി പരാമർശിക്കുന്നത് ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ ധാരാളമായി പൂക്കൾ വിടരുന്നു എന്നതാണ്. പൂക്കാത്ത ഒരു ചെടിയാണ് എങ്കിൽ പോലും, അല്ലെങ്കിൽ വളരെ നാളായി കാത്തിരിക്കുന്നതായ ഒരു ചെടിയാണ് എങ്കിൽ പോലും ആ ചെടിയിൽ ഇന്ന് അപ്രത്യക്ഷമായി പൂക്കൾ വിരിയുന്നു എങ്കിൽ, അല്ലെങ്കിൽ മുട്ടിടുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു. ആ വീടുകളിൽ സൗഭാഗ്യവും ഐശ്വര്യവും വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. എന്നാൽ ഈ പൂക്കളിൽ പ്രത്യേകിച്ചും മഞ്ഞ നിറത്തിലുള്ള പൂക്കളോ അല്ലെങ്കിൽ ശംഖുപുഷ്പമാണ് എങ്കിലും ധാരാളമായി വിടരുകയാണ് എങ്കിൽ അത് ശുഭകരമായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കാം. മുല്ല ധാരാളമായി വിടരുന്നത് ഇന്നേ ദിവസം അതീവ ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. മുല്ലയുടെ ആ ഗന്ധം ഇന്നേ ദിവസം വീടുകളിൽ പരക്കുന്നത് പോലും അതീവ ശുഭകരമാണ്. കൂടാതെ ഇന്നേ ദിവസം വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾക്ക് വന്നു ചേർന്നു എന്ന് വരാം. അകാരണമായ പല ദുഃഖങ്ങളും ദുരിതങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. എന്നാൽ അത്തരം വിഷമങ്ങളെല്ലാം തന്നെ മറന്നു പോകുന്നതായ സന്തോഷം, എന്തെന്നില്ലാത്ത സന്തോഷം മനസ്സിലേക്ക് കടന്നു വരാം. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വിശേഷപ്പെട്ടതും ധനപരവും ഉയർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത്. ഭഗവാന്റെ സാന്നിധ്യം, അനുഗ്രഹം നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന വ്യക്തമായ സൂചനയാകുന്നു. വളരെ നാളായി ചില വ്യക്തികളെ നിങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ വിളി ആഗ്രഹിക്കുന്നുണ്ടാകാം. എന്നാൽ അത്തരം കാര്യങ്ങൾ ഇന്നേ ദിവസം സംഭവിക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ്. ഒന്നുകിൽ അവർ കാണുകയോ അല്ലെങ്കിൽ അവരുടെ ഒരു വിളിയെങ്കിലും ഇന്നേ ദിവസം നിങ്ങളെ തേടി എത്തുകയോ ചെയ്യുകയാണ് എങ്കിൽ അത് ഭഗവാന്റെ സാന്നിധ്യം, ഭഗവാൻ നിങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നു, അഥവാ നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ ഇരട്ടിയായി നൽകാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. വളരെ കാലമായുള്ള പ്രാർത്ഥനകൾ പൂവണിയാൻ പോകുന്നു എന്ന് ചുരുക്കി പരാമർശിക്കാം. അത്രമേൽ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഇന്നേ ദിവസം അപരിചിതരായ വ്യക്തികൾ നിങ്ങളെ സഹായിക്കുന്നു, പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സഹായിക്കുന്നു. കൂടാതെ ചില വ്യക്തികളെ നിങ്ങൾക്ക് തിരിച്ച് അപരിചിതരായ വ്യക്തികളെയോ അല്ല മറ്റ് വ്യക്തികളെയാണ് എങ്കിൽ പോലും സഹായിക്കാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരുകയും നിങ്ങൾ അത് സഹായിക്കുകയും ചെയ്യുന്നതാകുന്നു. ആ സമയം ഇത്തരം ചിന്തകൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതല്ല, പിന്നീടോ അല്ലെങ്കിൽ അത് കഴിഞ്ഞാകും ഈ കാര്യങ്ങൾ കേൾക്കുക. അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നതും അതീവ ശുഭകരമാണ്. ഭഗവാന്റെ അനുഗ്രഹം, സാന്നിധ്യം നിങ്ങളിൽ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. ഏറ്റവും വിശേഷമാണ് ഭഗവാനെ നിങ്ങൾ നിത്യവും ആരാധിക്കുക. അപ്രതീക്ഷിതമായി ധനം കൈകളിലേക്ക് വന്നു ചേരുന്നു. ഇന്നേ ദിവസം നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ രീതിയിലുള്ള ധനം, അത് നൽകിയിരിക്കുന്നതായ കൈവായ്പയാകാം, ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പണമാകാം, അല്ലെങ്കിൽ ലഭിക്കില്ല എന്ന് വിചാരിച്ചതായ ധനമാകാം. ഇത്തരത്തിൽ ഏതൊരു ധനമാണ് എങ്കിലും, ഏതു വിധത്തിലുള്ള ധനമാണ് എങ്കിലും നിങ്ങളുടെ കൈകളിലേക്ക് അപ്രതീക്ഷിതമായി ഇന്നേ ദിവസം വരികയാണ് എങ്കിൽ മഹാഭാഗ്യവും ഐശ്വര്യവുമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. കൂടാതെ ഇന്നേ ദിവസം സമ്മാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുകയാണ് എങ്കിൽ, നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ലഭിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ്. അത് വസ്ത്രങ്ങൾ തന്നെ ആകണം എന്നില്ല, മറ്റു വസ്തുക്കളാണ് എങ്കിലും ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നു എങ്കിൽ അത് വരാൻ പോകുന്ന സൗഭാഗ്യത്തെയും ഉയർച്ചയെയും പ്രതിനിധീകരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം.
അപ്രത്യക്ഷമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. ഇന്നേ ദിവസം നാണയം, പണം എന്നിവ വഴിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ അത് ശുഭകരമായ ഒരു ലക്ഷണമാണ്. 1 രൂപ നാണയമാണ് എങ്കിൽ പോലും ഇന്നേ ദിവസം വഴിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ അത് വന്നു ചേരാൻ പോകുന്ന ഐശ്വര്യത്തെയും സൗഭാഗ്യത്തെയും സൂചിപ്പിക്കുന്നു എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കണം. ഇന്നേ ദിവസം വീടുകളിൽ ഉപ്പൻ വരികയാണ് എങ്കിൽ അത് ആ വീടുകളിൽ ലക്ഷ്മി നാരായണ കടാക്ഷം ഇരട്ടിച്ചിരിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ നാൾക്ക് നാൾ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ വന്നു ചേരാൻ പോകുന്നതായ ആ സൗഭാഗ്യത്തെ സൂചിപ്പിക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഇന്നേ ദിവസം ഉപ്പൻ നിങ്ങളുടെ വീടുകളിൽ വരികയും വീടിന് ചുറ്റും നടക്കുകയാണ് എങ്കിൽ ഇരട്ടി ഭാഗ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്, സൗഭാഗ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ വരും ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ അനുകൂലമാവുകയോ ധനപരമോ അല്ലെങ്കിൽ മറ്റ് സന്തോഷകരമായ നിമിഷങ്ങളോ ജീവിതത്തിലേക്ക് വന്നു ചേരാം. മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുന്നത് ശ്രീകൃഷ്ണ പെരുന്നാകുന്നു. ശ്രീകൃഷ്ണ പെരുന്തിനെ ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാകുന്നു. വന്നു ചേരാൻ പോകുന്ന ശുഭകരമായ കാര്യങ്ങളുടെ സൂചനയായി തന്നെ പരാമർശിക്കാം. അഥവാ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യങ്ങളെ സൂചിപ്പിക്കുന്നതാകുന്നു. കൂടാതെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങളെ ഫലപ്രദമായി തന്നെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ശത്രുക്കളെ ഫലപ്രദമായി തന്നെ തരണം ചെയ്ത് വിജയങ്ങൾ നേടുവാൻ സാധിക്കും എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. ഇന്നേ ദിവസം വീടുകളിൽ എന്തെന്നില്ലാത്ത പ്രകാശം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു. ഇത്തരത്തിൽ സംഭവിക്കുന്നു എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാകുന്നു. അന്ധകാരത്തെ അകറ്റി ഭഗവാൻ നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരാം. ഓർക്കാൻ ആഗ്രഹിക്കാത്തതായ ചില കാര്യങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ പോലും ഒഴിവാക്കി മുന്നോട്ട് പോകുവാനുള്ള ധൈര്യം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ തരണം ചെയ്ത് സൗഭാഗ്യങ്ങൾ, ഐശ്വര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും എന്ന വ്യക്തമായ സൂചനയാണ് ഭഗവാൻ നൽകുന്നത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഇന്നേ ദിവസം മധുരം ലഭിക്കുന്നു എങ്കിൽ അത് ശുഭകരമാണ്. അത് ചില വ്യക്തികൾ നൽകുന്നതാകാം, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ക്ഷേത്രത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതായ പ്രസാദമാകാം. ഇത്തരത്തിൽ ഏതൊരു വിധത്തിലാണ് എങ്കിലും ഇന്നേ ദിവസം മധുരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് അതീവ ശുഭകരമായ ഒരു ലക്ഷണമാണ്. ഭഗവാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുന്നോടിയായാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഭഗവാൻ നിങ്ങളിൽ പ്രസന്നനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികളിൽ ഭഗവാൻ പ്രസന്നനാണ് എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. സന്തോഷകരമായ വാർത്തകൾ ഇന്നേ ദിവസം കേൾക്കുവാൻ സാധിക്കുന്നു. പ്രതീക്ഷിക്കാതെ തന്നെയായിരിക്കാം ഇത്തരം കാര്യങ്ങൾ കേൾക്കുക. അപ്രതീക്ഷിതമായ കാര്യങ്ങളാകാം. അത് നിങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടോ ആകാം. പക്ഷേ ആ വാർത്ത നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്നതായിരിക്കാം. അത്തരം വാർത്തകൾ കേൾക്കുകയോ കാണുകയോ ചെയ്യുകയാണ് എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്താലാണ് എന്നും നിങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന പല സൗഭാഗ്യങ്ങൾക്കും സന്തോഷകരമായ നിമിഷങ്ങൾക്കും തുടക്കമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. കളഭം, തിലകം ഇന്നേ ദിവസം നിങ്ങൾ അണിയുകയാണ് എങ്കിൽ അത് ദീർഘനേരം മായാതെ നിൽക്കുന്നതാണ്. പതിവിലും കൂടുതൽ നേരം നിൽക്കും. നിങ്ങളെപ്പോലും അത് അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇത്തരത്തിൽ സംഭവിക്കുന്നു എങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട്. അത് കാലാകാലം നിലനിൽക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ ഭഗവാനെ ഒരിക്കലും നിങ്ങൾ ആരാധിക്കാതിരിക്കരുത്. നിത്യവും ഭഗവാനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുന്നത് ഇന്നേ ദിവസം നിങ്ങൾ വീടുകളിൽ വിളക്ക് തെളിയിക്കുമ്പോൾ വിളക്ക് കൂടുതൽ സ്വർണ്ണപ്രഭയോടെ തെളിയുന്നു എന്നതാണ്. കൂടാതെ ദീർഘനേരം ജ്വലിക്കുന്നതാകുന്നു. ഇപ്രകാരം സംഭവിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട്. നാൾക്കുനാൾ ഭഗവാന്റെ അനുഗ്രഹം വർദ്ധിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് സൗഭാഗ്യവും ഐശ്വര്യവും ചൊരിയാൻ പോകുന്നു എന്ന് തന്നെയാണ്. അതിനാൽ പല കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതുമാണ്. ആഹാരം ആവശ്യത്തിന് തന്നെ ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കുക. അതായത് ആഗ്രഹിക്കുന്ന ആഹാരം ലഭിക്കുക. നിങ്ങൾ പാചകം ചെയ്തതോ അല്ലെങ്കിൽ വീടുകളിൽ ഇന്നേ ദിവസം പാചകം ചെയ്തതായ ആഹാരം ഏവർക്കും കൃത്യമായിരിക്കും.
ഒരിക്കലും ബാക്കി വരില്ല എന്നതാണ് വാസ്തവം. ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ പോലും അത് അതീവ ശുഭകരമാണ്. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട് എന്നും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കും. അത്തരം അവസരങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കില്ല എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ വന്നു ചേരുന്നതായ അവസരങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും എന്ന് തന്നെ അർത്ഥമാക്കാം. കൂടാതെ ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ കണ്ണുകൾ അറിയാതെ നിറയുക, എന്തെന്നില്ലാത്ത സന്തോഷം ഭഗവാന്റെ നടയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുക, മന്ത്രം ജപിക്കുമ്പോഴോ ഭഗവാന്റെ ചിന്തകൾ മനസ്സിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യത്തിലോ ശരീരത്തിൽ ചൂട് കൂടുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണ് എങ്കിൽ അത് ഭഗവാൻ നൽകുന്ന വ്യക്തമായ സൂചനയാണ്. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട്. ഭഗവാന്റെ അനുഗ്രഹത്താൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു. ഏത് കാര്യത്തിനും തുണയായി ഭഗവാൻ ഒപ്പമുണ്ട് എന്ന സൂചനയാണ് അർത്ഥമാക്കാൻ പോകുന്നത്. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും ഇന്നേ ദിവസം നിങ്ങൾക്ക് പ്രകടമായിട്ടുണ്ട് എങ്കിൽ ഉറപ്പിക്കാം, കുചേലനാണ് എങ്കിൽ പോലും ഭഗവാൻ നിങ്ങളെ കുബേരനാക്കി മാറ്റും. ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പുതിയ അവസരങ്ങളാൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരും. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഭഗവാന്റെ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം ഭഗവാനെ ആരാധിക്കാതിരിക്കരുത്. ഒരു നേരമെങ്കിലും ഇന്നേ ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കുക. ഇതേക്കുറിച്ച്, അതായത് ഇന്നേ ദിവസം ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ വീഡിയോകൾ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. ആ കാര്യങ്ങൾ കൂടി ചെയ്യുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക.